ഏഷ്യാകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ടീമിൽ ഇടം കണ്ടെത്താനാകാതെ പോയ ചില താരങ്ങളുണ്ട്. അടുത്തിടെ T20 പരമ്പരകൾ കളിച്ച കോർ ടീമിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെയാണ് BCCI ടീം പ്രഖ്യാപനം നടത്തിയത്. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി എത്തിയതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. നേരത്തെ വൈസ് ക്യാപ്റ്റനായിരുന്ന അക്സർ പട്ടേലിനെ ടീമിൽ നിലനിർത്തിയിട്ടുണ്ട്. 3 ഫോർമാറ്റിലും ഒരേ ഒരു ക്യാപ്റ്റൻ എന്ന നീക്കങ്ങൾക്കുള്ള തുടക്കമാണ് ശുഭ്മാൻ ഗില്ലിന്റെ വൈസ് ക്യാപ്റ്റൻസി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. 15 ടീമിന് പുറമെ 5 താരങ്ങളെ റിസർവ് താരങ്ങളായും BCCI തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രസീദ് കൃഷ്ണ, വാഷിംഗ്ടൺ സുന്ദർ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് സ്റ്റാൻഡ് ബൈ താരങ്ങൾ. ഏകദിന ടീമിലെ സ്ഥിരം താരമായ ശ്രേയസ് അയ്യർ ഏഷ്യാകപ്പിനായി T20യിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും റിസർവ് പട്ടികയിൽ പോലും ഇടം ലഭിച്ചില്ല. ഏഷ്യാകപ്പിൽ ഇടം കണ്ടെത്താനാകാതെ പോയ പ്രധാന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ശ്രേയസ് അയ്യരാണ് ടീമിൽ ഇടം കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോൾ ഏറെ ചർച്ചയാകുന്ന താരം. ശ്രേയസിനെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നുവെന്ന് പ്രമുഖരായ മുൻ ക്രിക്കറ്റ് താരങ്ങളും വിദഗ്ധരുമെല്ലാം അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രേയസ് അദ്ദേഹത്തിന്റെ തെറ്റുകൊണ്ടല്ല പുറത്തായത് എന്നാണ് മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ പറഞ്ഞത്. ശ്രേയസിനെ ഉൾപ്പെടുത്താൻ ഈ ടീമിൽ നിന്ന് ആരെ പുറത്താക്കുമെന്ന ചോദ്യമാണ് അഗാർക്കർ ഉന്നയിക്കുന്നത്. 2025 IPL പഞ്ചാബ് കിങ്സിലെത്തിയ ശ്രേയസ് അയ്യർ 11 വർഷത്തിനിടെ ആദ്യമായി അവരെ ഫൈനലിലേക്ക് നയിച്ചിരുന്നു. 50.33 ശരാശരിയിലും 175 സ്ട്രൈക്ക് റേറ്റിലും 604 റൺസ് നേടി അദ്ദേഹം ക്യാപ്റ്റൻസി മികവും ആവർത്തിച്ചു. IPL ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ കിടിലൻ ബാറ്റിങ്ങിലൂടെ ശ്രേയസ് നിർണായക സാന്നിധ്യമായി. ഇതോടെ T20യിൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പല മുൻ ക്രിക്കറ്റർമാരും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. 2023 ഓസ്ട്രേലിയക്കെതിരെയാണ് അവസാന അന്താരാഷ്ട്ര T20 മത്സരം ശ്രേയസ് അയ്യർ കളിച്ചത്. ഏഷ്യാകപ്പ് ടീമിൽ ഇടം ലഭിക്കാത്ത മറ്റൊരു പ്രധാന താരം യശസ്വി ജയ്സ്വാൾ ആണ്. ജയ്സ്വാൾ അവസരത്തിനായി കുറച്ചുകൂടി കാത്തിരിക്കണമെന്നാണ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ പറഞ്ഞത്. ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ശക്തമായ മത്സരാർത്ഥിയായിരുന്നു ജയ്സ്വാൾ. ഇന്ത്യ കഴിഞ്ഞ തവണ T20 ലോകകപ്പ് ജേതാക്കളായപ്പോൾ റിസർവ് ഓപ്പണറായിരുന്നു അദ്ദേഹം. IPL 2025 സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജയ്സ്വാളിന് 43 ശരാശരിയിൽ 559 റൺസും 159.71 സ്ട്രൈക്ക് റേറ്റുമുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും ഉയർന്ന റൺ സ്കോററായിരുന്നു അദ്ദേഹം. എന്നാൽ നിലവിൽ ടീമിലെ ഓപ്പണർമാരായ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ എന്നിവർക്കൊപ്പം ഗില്ലിനെയാണ് ഇന്ത്യ ഓപ്പണറായി പരിഗണിച്ചത്. ടീമിൽ ഇടം ലഭിക്കാത്ത മറ്റൊരു പ്രധാന താരം വാഷിംഗ്ടൺ സുന്ദറാണ്. ഓഫ് സ്പിന്നിൽ ഇന്ത്യയുടെ പ്രധാന ഓപ്ഷനായി കണക്കാക്കപ്പെട്ടിരുന്ന ഓൾറൗണ്ടറാണ് വാഷിംഗ്ടൺ സുന്ദർ. എന്നാൽ സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേൽ സ്ഥാനം നിലനിർത്തി. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് വാഷിംഗ്ടൺ സുന്ദർ പുറത്തായത്. ടീമിൽ ഇടം ലഭിക്കാത്ത 4ാമത്തെ താരം പ്രസീദ് കൃഷ്ണയാണ്. ഈ വർഷം IPL 15 മത്സരങ്ങളിൽ നിന്ന് 25 വിക്കറ്റുകളുമായി പർപ്പിൾ ക്യാപ്പ് നേടിയിരുന്നെങ്കിലും പ്രസീദ് കൃഷ്ണ T20 ടീമിൽ എത്തിയില്ല. ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് തുടങ്ങിയ പ്രധാന പേസർമാർക്കൊപ്പം ഹർഷിത് റാണയാണ് ഇന്ത്യൻ ടീമിലെത്തിയത്. ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടാതിരുന്ന മറ്റൊരു പ്രധാന താരം മുഹമ്മദ് സിറാജാണ്. ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിയ സിറാജിന് ഇന്ത്യ വിശ്രമം നൽകുകയായിരുന്നു. കഴിഞ്ഞ IPL സീസണിൽ 16 വിക്കറ്റുകളായിരുന്നു മുഹമ്മദ് സിറാജ് നേടിയത്. ഏഷ്യാകപ്പിന്റെ ആതിഥേയർ BCCI ആണെങ്കിലും സെപ്റ്റംബർ 9 മുതൽ 28 വരെ ദുബായിലും അബുദാബിയിലും വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, UAE, ഒമാൻ, ഹോങ്കോങ് എന്നീ 8 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. പാകിസ്ഥാൻ, UAE, ഒമാൻ എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് Aയിലാണ് ഇന്ത്യ. നേരത്തെ പറഞ്ഞ ഈ താരങ്ങൾക്കൊന്നും ഇടം ലഭിച്ചില്ലെങ്കിലും ശക്തമായ ടീമിനെ തന്നെയാണ് ഇന്ത്യ ഏഷ്യാകപ്പിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്.